So previous class we learned about engineering geology. PPT കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് PPT കാണാൻ പറ്റുന്നില്ലേ? Okay, 1 second please. Okay. Now can you see the PPT? Okay, so please listen. So last class we learned about engineering geology. Okay, engineering geology എന്താണെന്ന് നമ്മൾ പഠിച്ചു. Okay, and also the relevance of engineering geology in civil engineering, which is very important. Okay, engineering geology ക്ക് civil engineerമായിട്ട് എന്താണ് relevance എന്നുള്ളത് അത് നമ്മൾ പഠിച്ചു. Okay, so now we will come to some important topics. Okay, we'll learn about weathering of rocks. So have you heard about weathering? What do you mean by weathering? നമ്മുടെ പ്രീവിയസ് നമ്മുടെ നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും വെതറിങ്ങിനെ പറ്റി. ഓക്കെ, അപ്പൊ എന്താണ് വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ വെതറിംഗ്? So weathering is actually a process of decay and disintegration of rocks under the influence of certain physical and the weathered products remains above or near to the parent rock unless it is removed from there by some other agency of the nature. Okay, so നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മൾ sedimentary rocks by weathering it is becoming metamorphic rocks. Okay, sedimentary rocks ആണ് metamorphic rocks ആക്കി മാറുന്നത്. Okay, you can see some of these pictures. See the pictures. Okay, can you see the picture? See the picture. Okay, so അപ്പോൾ ഇതുപോലുള്ള ഓരോ റോക്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? സോ ബിഫോർ ഇതൊക്കെ എല്ലാം കൂടെ ഒരൊറ്റ പാറക്കോട്ടായിരുന്നു അല്ലേ? ബിഫോർ ഇതൊരു വൺ സെറ്റ്. ഈ റോക്കാണ് കാലക്രമേണ വെതർ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പ് ആയിട്ട് മാറുന്നത്. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്ക് അതിന് മാറിയിട്ടുള്ളത്. ക്യാൻ സീ ഹിയർ. നോക്കൂ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ്. ഓക്കെ, സീ ദിസ്. ഇതാണ് സെഡിമെന്ററി റോക്സ്. നോക്കൂ, ദിസ് ഇസ് സെഡിമെന്ററി റോക്സ് ബിക്കോസ് എന്തായാലും സെഡിമെന്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണുള്ളത്. You can see from this picture. Okay, this sediment ആയിട്ട് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് സെഡിമെന്ററി റോക്സ് പറയുന്നത്. ഓക്കെ, ഈ റോക്സ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ആ ഫോർമേഷൻ ആണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. ഓക്കെ, വെതറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നാച്ചുറൽ പ്രോസസ് ബൈ വിച്ച് നമ്മുടെ റോക്സ് അവർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഏജൻസീസ്. ഓക്കെ, അതായത് ചിലപ്പോൾ അറ്റ്മോസ്ഫിയറിന്റെ ചൂടാവാം, തണുപ്പാവാം, അതേപോലെ തന്നെ ചിലപ്പോൾ ആസിഡ്സ് ആവാം, അതും ചിലപ്പോൾ കെമിക്കൽസ് ആവും. ഈ കെമിക്കൽസിന്റെ ഒക്കെ ഒരു ആക്ഷൻ കാരണം ഈ റോക്സ് എന്ത് ചെയ്യുന്നു? അതേപോലെ വാട്ടർ. ഓക്കെ, ഈ റോക്സ് എന്ത് ചെയ്യുന്നു? റോക്സ് കാലക്രമേണ അവർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകും. പാരന്റ് റോക്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് they will form into a new rock. Okay, so that process is called as weathering of rocks. Okay, that is actually called as weathering of rocks. അതുകൊണ്ടാണ് സെഡിമെന്ററി റോക്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഈ സെഡിമെന്ററി റോക്സിലൊക്കെ കെമിക്കൽസ് വന്ന് ആക്ട് ചെയ്യും. ഓക്കെ, ആ കെമിക്കൽസ് ആക്ട് ചെയ്തിട്ട് കുറേ കാലത്തിന് ശേഷം ആ സെഡിമെന്ററി റോക്സിന്റെ കെമിക്കൽ കമ്പോസിഷനെ മാറിപ്പോകും. അതൊരു കെമിക്കൽസ് വന്നിട്ട് അതിൽ ആക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് ഫുൾ റോക്കിന്റെ കെമിക്കൽ കമ്പോസിഷൻ മാറിയിട്ടാണ് ഇത് മെറ്റാമോർഫിക് റോക്സ് ആയി മാറുന്നത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ മാർബിൾ, സ്ലേറ്റ്സ്,
Okay, granites ഒക്കെ മെറ്റാമോർഫിക് റോക്സ് ആണ്. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്ത് വന്ന് മെറ്റാമോർഫിക് റോക്ക് ആണ്. ഓക്കെ, ബട്ട് ഫുൾ കെമിക്കൽ കമ്പോസിഷനെ മാറിയിട്ട് യു വിൽ ഗെറ്റ് എ ന്യൂ തിങ്. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് വെതറിങ്. ഓക്കെ, ദറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് വെതറിങ്. ഓക്കെ, സോ നമുക്കറിയാം വളരെ മുന്നേ എന്തായിരുന്നു, എർത്തിൽ ഈ മനുഷ്യരൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എല്ലാം വലിയൊരു പാറക്കൂട്ടങ്ങളായിരുന്നു. ഓക്കെ, ആ പാറക്കൂട്ടങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഹിൽസ്, വാലീസ്, മൗണ്ടൻസ്, പ്ലാറ്റോസ് ആയി മാറിയത്? ബൈ ദ ആക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിലുള്ള വിൻഡ്, എയർ, ഇതേപോലെ സണ്ണിന്റെ ഹീറ്റ്, ഇതുപോലെ കെമിക്കൽ ഏജൻസീസ് ഒക്കെ ആക്ട് ചെയ്തിട്ട് കുറേ കാലം ഇതിന്റെ മുകളിൽ ഇങ്ങനെ ആക്ട് ചെയ്ത് ഈ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താണ് ഇന്നത്തെ ഓരോ പ്ലാറ്റോസും മൗണ്ടൻസും ഒക്കെ ആയത്. സോ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് വെതറിങ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ ഹാവ് ഡിവൈഡ് ഹിയർ. വെതറിങ് ഇസ് ആക്ച്വലി എ പ്രോസസ് ഓഫ് ഡീകേ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്ക്. ഓക്കെ, നമ്മുടെ പാരന്റ് റോക്ക് ഡീക്കേയും ഡിസിൻറ്റഗ്രേഷൻ ആവുന്നത് ഹൗ under the influence of physical and chemical agencies. ചില ഫിസിക്കലും കെമിക്കൽ ഏജൻസീസിന്റെ ആക്ഷൻസ് കാരണം. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഏജൻസിന്റെ ആക്ഷൻസ് കാരണം. You can see the pictures now. Okay, you can see the pictures of different types of rock. അതായത് നേച്ചറിന്റെ ഈ ഡിസിൻറ്റഗ്രേഷൻ കാരണം. See this picture. So in this picture you can see, ഇവിടെ നോക്കൂ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് റോക്കാണ്. ഓക്കെ, ഈ റോക്ക് ആക്ച്വലി ഇങ്ങനെയല്ല ഫോം ചെയ്തത്. ഈ റോക്കിന്റെ ഇവിടെയും റോക്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വെതറിങ് ആക്ഷൻസ് കാരണം ഇത്രയും ഭാഗത്തെ റോക്ക് എന്ത് ചെയ്തു, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ സീ ദിസ്. ഓക്കെ, ഇതൊരിക്കലും ഇങ്ങനെയല്ല ഫോം ചെയ്തത്. ഇതിന്റെ ഇടയിലുള്ള പാറക്കൂട്ടങ്ങളൊക്കെ എന്താ സംഭവിച്ചത്? ബൈ ദ ആക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് സൺ, എന്റെ ഈ എക്സ്ട്രീം ആയിട്ട് സണ്ണിന്റെ ആക്ഷൻസ് കാരണം ഈ പാറക്കെട്ടുകളൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയതാണ്. You can see these pictures. Okay. Now, coming to the weathering. Mainly, we are having two types of weathering. One is physical weathering and chemical weathering. Okay. We'll see the difference between the both. So, coming to the first one, that is physical weathering. Okay. So, physical weathering means it is a slow and natural process of in situ disintegration of rocks into smaller particles and fragments without a change in the chemical composition. Okay. Without a change in the chemical composition. അതായത് by the agents like temperature, pressure and organic activity. Okay, അതായത് ടെമ്പറേച്ചർ, പ്രഷർ, അതേപോലെ ഓർഗാനിക് ആക്ടിവിറ്റി കാരണം റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാണ്. പക്ഷെ ആ റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അതിന്റെ കെമിക്കൽ കമ്പോസിഷനിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അതിങ്ങനെ ആ റോക്ക്, ഇപ്പൊ വലിയൊരു റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ആ റോക്ക് പൊട്ടി പോകുന്നുണ്ടാവുള്ളൂ, ഡിസിൻറ്റഗ്രേറ്റ് പോകുന്നുള്ളൂ. ഒരിക്കലും അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ മാറുന്നില്ല. അങ്ങനത്തെ ഒരു വെതറിങ്ങിനാണ് യു കോളിംഗ് ഇറ്റ് ആസ് ഫിസിക്കൽ വെതറിങ് അഥവാ മെക്കാനിക്കൽ വെതറിങ്. ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ് ഫിസിക്കൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്. അതായത് റോക്സിന്റെ മുകളിൽ ഏജൻസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഓർഗാനിക് ആക്ടിവിറ്റി. അപ്പൊ ടെമ്പറേച്ചർ, പ്രഷറും ഓർഗാനിക് ആക്ടിവിറ്റിയും ആക്ട് ചെയ്തിട്ട് ഈ റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, റോക്സ് ഇങ്ങനെ പൊട്ടി പോകും. കുറെ വലിയൊരു റോക്ക് അതിങ്ങനെ പൊട്ടി കുറെ വല്ല കുരുളങ്കല്ല് അതിങ്ങനെ പൊട്ടി വേറെ എന്തെങ്കിലും റോക്കായിട്ട് ഫോം ചെയ്യും. ഓക്കെ, സോ പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ മാറുന്നില്ല. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ കമ്പോസിഷനിൽ പക്ഷെ മാറ്റം വരുന്നില്ല. പാരന്റ് റോക്ക് പുതിയൊരു റോക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാലും ദ ന്യൂ റോക്ക് വിൽ ഹാവ് ദ സെയിം കെമിക്കൽ കമ്പോസിഷൻ ആസ് ദാറ്റ് ഓഫ് പാരന്റ് റോക്ക്. Okay, so we'll see in detail. So first one is temperature. Okay, so temperature by the frost action. Okay, but then the something this usually happens in cold areas. Okay, cold, humid ആയിട്ടുള്ള വളരെ ടെമ്പറേച്ചർ കൂടുതലുള്ള ഏരിയാസിലാണ് സംഭവിക്കുന്നത്. Okay, so the areas of cold and humid climates, temperature often falls below the freezing point of the water repeatedly during the winter. So as a result of this, the water within the pores cracks and fissures,
cracks, fractures and cavities of the rocks will freeze, which will increase the volume of the water by about 10%. And the original openings and the cracks are widened in the first stage and thereby accommodating more and more water, which will freeze in the subsequent cycles. Okay, and this freezing and thawing will gradually lead to the disintegration of rocks. Okay, so I will explain with this picture. Okay, you can see this picture. Okay, so there are rock. Okay, so you can see in this rock, Okay, imagine this is a rock. Okay, so here a rockil we can see some cracks. ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ക്രാക്സുകളുണ്ട്. Okay, so in the areas of extreme cold, നല്ല തണുപ്പുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ളത്, ഇമാജിൻ ലൈക്ക് ടെമ്പറേച്ചർ ലൈക്ക് ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ നല്ല ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും അവിടെയൊക്കെ. ഓക്കെ, സോ അങ്ങനത്തെ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ ആയിരിക്കും. അതായത് 0 ഡിഗ്രിനേക്കാളും താഴെ വരും. 0 ഡിഗ്രി അല്ലെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരും. ഒരു 3-2 ഡിഗ്രി വന്നാലും വളരെ തണുപ്പ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയ്ക്കും ഒരു തണുപ്പുള്ള ഒരു സ്ഥലങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വാട്ടേഴ്സ്, ഈ വാട്ടർ ഈ ക്രാക്കിന്റെ ഉള്ളിൽ കയറി നിൽക്കും. ഓക്കെ, വാട്ടർ വിൽ എൻ്റർ ഇൻ ടു ദിസ് ക്രാക്സ്. ഓക്കെ, ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ, ആ തണുപ്പ് കാരണം അതവിടെ ഐസായിട്ട് മാറും. ഓക്കെ, തണുപ്പ് കാരണം അതായത് അവിടെ ഫ്രീസ് ചെയ്ത് പോകും. ബിക്കോസ് ഓഫ് ദാറ്റ് കോൾഡ് ക്ലൈമറ്റ് ഇറ്റ് വിൽ ബിക്കം, സോ ഇറ്റ് വിൽ ഫ്രീസ്. ഓക്കെ, ഈ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണത്തെക്കാളും 10% അതിന്റെ വോളിയം കൂടി വരും. ഒരു നോർമൽ വാട്ടറിനേക്കാളും ഇറ്റ് ഫ്രീസ്, അതിന്റെ വോളിയം 10% കൂടും. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് ഇത് ഫ്രീസ് ആകുമ്പോൾ ഇതിന്റെ വോളിയം എന്തായാലും ഒരു 10% കൂടി വരും. ഓക്കെ, അങ്ങനെ കുറെ നേരം ഇത് ഇവിടെ തങ്ങി നിൽക്കും. സി യു ക്യാൻ സി ഇവിടെ ഫ്രീസ് ആയതില്ല. ഓക്കെ, സെക്കൻഡ് പിക്ചർ യു ക്യാൻ സി ദ വാട്ടർ ഹാസ് ബീൻ ഫ്രീസ്ഡ്. ഓക്കെ, അങ്ങനെ കുറേ കാലത്തിന് ശേഷം വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് പിന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി വരുന്നു. ഓക്കെ, പെട്ടെന്ന് സഡൻലി യു ആർ ഹാവിങ് സം സൺ. തന്നെ സൺഡേസ് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രീസ് ആയിട്ടുള്ള ഈ ഐസ് ഒക്കെ മെൽറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഐസ് വിൽ അഗൈൻ മെൽറ്റ്. ഓക്കെ, ആഫ്റ്റർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എന്താകും, പിന്നെ വീണ്ടും ടെമ്പറേച്ചർ മാറും. അഗൈൻ ഇറ്റ് വിൽ ഫ്രീസ്. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അഗൈൻ ദർ വിൽ ബി സണ്ണി ഡേ, ഇറ്റ് വിൽ മെൽറ്റ്. ഓക്കെ, സോ ദിസ് ഫ്രീസിങ് ആൻഡ് തോയിങ് മീൻസ് ഇങ്ങനെ ഐസ് മെൽറ്റ് ആവുന്നതിനാണ് തോയിങ് എന്ന് പറയാം. ഓക്കെ, ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഫ്രീസിങ് ആൻഡ് തോയിങ് ആയിരിക്കും ഇതുപോലുള്ള റോക്സിൽ ക്രാക്സിൽ സംഭവിക്കുക. ബിക്കോസ് ഓഫ് ദിസ് frequent freezing and thawing, ഈ റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. യു ക്യാൻ സീ ദിസ് പിക്ചർ. സി നോക്കൂ, ബിക്കോസ് ഓഫ് ദിസ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീസിംഗ് തോയിങ് സംഭവിക്കുന്നത് ഈ റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. പാരന്റ് റോക്കിന് ഇറ്റ് ഈസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഫോം ടു ന്യൂ റോക്സ്. So that is how under the temperature physical weathering is occurring. Okay, see in this picture you can see the വളരെ clear ആണ് ഈ ഒരു picture, and you can see this is the rock. ഈ റോക്കിൽ വാട്ടർ എൻ്റർ ചെയ്യുന്നു ആൻഡ് what will happen, it will freeze. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത് ഫ്രീസ് ചെയ്യും. സോ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം 10% കൂടും. ഓക്കെ, പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീസിങ്ങും തോന്നിയും ഒക്കെ ഇതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നത്, ഈ റോക്കിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, റോക്ക് എന്ത് ചെയ്യും, അതിങ്ങനെ പൊട്ടി പോകാൻ തുടങ്ങും. ബിക്കോസ് ഓഫ് ദിസ് എക്സ്ട്രീം കോൾഡ്, നമുക്കറിയാം ഐസൊക്കെ എത്ര കോൾഡ് ആയിരിക്കും. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് എക്സ്ട്രീം കോൾഡ് ഈ റോക്കിന് അത്രയും എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ, ഇവൻച്വലി കുറേ കാലത്തിന് ശേഷം ദിസ് റോക്ക് വിൽ ബ്രേക്ക്. യു ക്യാൻ സീ ദ സ്റ്റേറ്റ് പിക്ചർ. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ആക്ഷൻ റോക്ക് ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണ്. സി ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, യു ക്യാൻ സീ ഓൾ ദീസ് തിങ്സ്. So this is how under the temperature a physical weathering is occur. Okay, but physical weathering കാരണം ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, physical weathering of rock is occurring. You can see കുറച്ചും കൂടെ. Okay, in this picture it is very clearly it is shown. The water enters into the crack of the rocks. Okay, water enters into the crack of the rock. In the second which what is happening, temperature drop ചെയ്യുന്നു and this water is freezing. Okay, water freeze ചെയ്യുന്നു. പിന്നെ വാട്ടർ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ അത്രയും ഭാഗത്തെ റോക്കിന്റെ മുകളിലാണ് എഫക്റ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെ കുറെ കാലക്രമേണ എന്താ സംഭവിക്കുന്നത്, ഇത്രയും ഭാഗത്ത് ഈ റോക്ക് എന്താ ചെയ്തത്, ദിസ് റോക്ക് ഇവിടുന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ബിക്കോസ് ഓഫ് ദാറ്റ് എക്സ്ട്രീം കോൾഡ്, അത്രയും കോൾഡ് സഹിക്കാൻ പറ്റാണ്ട് റോക്കിന് അത്രയും ഇത്രയും തണുപ്പ് സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. ബിക്കോസ് ഓഫ് ദിറ്റ് വാട്ട് വിൽ ഹാപ്പൻ, this will disintegrate. You can see.
അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് പോകും. Clear now? You can see all this picture. These are the examples. Okay, the Salas slope, the screen ഒക്കെ പറഞ്ഞ ഇതേപോലെയുള്ള ഫ്രീസിങ് ആൻഡ് തോയിങ്. ഓക്കെ, ഫ്രീസിങ് ആൻഡ് തോയിങ് കാരണം ഉണ്ടായിട്ടുള്ള നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് എക്സ്ട്രീം freezing and thawing. Thawing means the freezing of ice. Okay, so ice freeze ചെയ്ത് കഴിഞ്ഞാലും ആ വെള്ളത്തിന്റെ തണുപ്പ് അതേപോലെ തന്നെ നിൽക്കും അല്ലെ, വെള്ളത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. The water will be very cold. Okay, so these are the examples. ഇതേപോലുള്ള ക്ലൈമറ്റ് കാരണം ഉണ്ടാവുന്ന റോക്സിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ആണ് this talus slope and scree. You can see in this picture. Second one is by the temperature effects അല്ലെങ്കിൽ thermal effects. Okay, ടെമ്പറേച്ചർ എഫക്ട്സ് കാരണം എങ്ങനെയാണ് ഒരു റോക്കിൽ ഫിസിക്കൽ വെതറിങ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ the arid, desert and semi-arid regions, summer and winter temperatures differ considerably. Similarly, difference between the day and night temperature is also considerable in such regions. Thus, the rock, especially on the top layers, in these are exposed to repeat variations in temperatures. Thus develops a tensile stress due to the alternate expansion and contraction. Hence, the body of the rock gradually break into smaller pieces. Okay. So, exfoliations in it, you can see this picture. Okay, you can see from this picture exfoliations. സോ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് ലെയറിന് പീൽ ചെയ്ത് പോകുന്നതാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും വാട്ട് യു മീൻ ബൈ ടെമ്പറേച്ചർ എഫക്ട്സ്. അപ്പോൾ ടെമ്പറേച്ചർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇറ്റ് ഇസ് എക്സ്ട്രീം ഹോട്ട് അല്ലേ, ഇപ്പം നമ്മൾ അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ഹോട്ട് ആയിട്ടുള്ള ആരിഡ് ആയിട്ടുള്ള ഡെസേർട്സ് ആയിട്ടുള്ള സെമി ആരിഡ് റീജിയൻസ് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡേയിലെ ടെമ്പറേച്ചറും നൈറ്റിലെ ടെമ്പറേച്ചറും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ ഡേയിൽ എക്സ്ട്രീം ഹീറ്റ് ആയിരിക്കും, വളരെ ചൂടായിരിക്കും വരും. പക്ഷെ നൈറ്റ് ടൈം ആകുമ്പോൾ കുറച്ചൊന്ന് തണുക്കും. ഓക്കെ, ചെറിയൊരു തണുപ്പ് വരും. ഇപ്പം നമ്മുടെ തന്നെ കേരളത്തിലെ ക്ലൈമറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നൂൺ ടൈംസിൽ വളരെ ചൂടായിരിക്കും അല്ലെ, നമുക്ക് പകലൊക്കെ വളരെ ചൂടാണ്, പക്ഷെ രാത്രി ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. പെട്ടെന്നൊരു മഴ വന്നു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ ഒരു ഡ്രോപ്പ് വരും. ഓക്കെ, സോ അങ്ങനെ എന്ത് ശരിക്കും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ഹീറ്റ് അല്ല, ഈ ഹീറ്റും കോൾഡും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ക്ലൈമറ്റ്സ് ഓക്കെ, ഇതുപോലുള്ള റോക്സ് ഇതേപോലെ രാത്രി ആകുമ്പം തണുപ്പും ഒരു പകൽ ഡേ ടൈം ആകുമ്പോൾ ഹീറ്റും, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ കണ്ടിന്യൂസ്ലി എക്സ്പോസ്ഡ് ആകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ഈ ടോപ്പ് ലെയേഴ്സ് ഓക്കെ, ഈ ടോപ്പ് ലെയേഴ്സ് വിൽ ബിക്കം വീക്ക്. Top layers of the rock will become weak and it will peel off from the parent rock. നോക്കൂ, you can see this is the example. ഓക്കെ, ബിക്കോസ് ഓഫ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ വളരെ ടെമ്പറേച്ചർ വളരെ കൂടുന്ന സമയത്ത് ഈ റോക്സും ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അതായത് നൈറ്റ് ടൈമിൽ ടെമ്പറേച്ചർ കുറയും, അപ്പോൾ എന്താ ചെയ്യുന്നത്, കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, ചെറുതായിട്ട് വളരെ നേരിയതായിട്ടെങ്കിലും ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഇറ്റ് വിൽ കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഈ ടോപ്പ് സർഫസ്, ഒരു റോക്കിന്റെ ടോപ്പ് സർഫസിലാണ് ഒക്കെ ചെയ്യുന്നത്. Okay, so this continuous expansion and contraction due to the difference in the day and night climates. Okay, what will happen? The top layer of the rock will peel off. ഈ റോക്കിന്റെ ഈ പാരന്റ് റോക്കിന്റെ ടോപ്പ് ലെയർ പീൽ ചെയ്ത് വരും, അതായത് ഇങ്ങനെ പൊളിഞ്ഞു വരും. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്ഫോളിയേഷൻ. ആ ഒരു പ്രോസസ്സിനാണ് എക്സ്ഫോളിയേഷൻ വരുന്നത്. യു കൻ സീ ദ എക്സാമ്പിൾ ഓഫ് എക്സ്ഫോളിയേഷൻ. ഓക്കെ, so this exfoliation is mainly happening because of the temperature difference between the day and night, and this is occurring in the arid, semi-arid and the tropical desert regions. Okay, you clear now?
You getting my point? കിട്ടിയില്ലേ? What do you mean by thermal effects? ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലാസ്റ്റ് സെന്റൻസ് നോക്കൂ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പാൻഷൻസ് ആൻഡ് കോൺട്രാക്ഷൻ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ കുറയുമ്പോൾ കോൺട്രാക്ട് ചെയ്യും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ, പാരന്റ് റോക്കിൽ this rock will break into smaller pieces. So that is, you can see in this picture. Okay. Next is by pressure. Okay. Pressure കാരണം വരുന്ന disintegration of rocks. Let's see what it is. So unloading is the removal of great weight of the rocks that lie on the surface. When overlying materials are removed by erosion or by other process, the underlying rocks will expand and fracture. Okay, so you can see this picture. See, Pluton is deeply buried. Okay, ഇപ്പം നമ്മൾ ഒരു കണ്ടിന്യൂഷൻ പോലെ പഠിച്ചാൽ മതി. ഇപ്പം നമ്മൾ ടെമ്പറേച്ചർ എഫക്റ്റിൽ നമ്മൾ എന്താ പഠിച്ചത്? ബിക്കോസ് ഓഫ് ദ ടെമ്പറേച്ചർ ടോപ്പ് ലെയർ ഒരു റോക്കിൻ്റെ, യു കൻ സീ ഫ്രം ദിസ് പിക്ചർ. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് ആ ടോപ്പ് ലെയർ, ഒരു ടോപ്പ് ലെയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദാറ്റ് ഇസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. ഇങ്ങനെ ടോപ്പ് ലെയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഉള്ളിലുള്ള ഈ റോക്ക്, ഓക്കെ, ഈ ഉള്ളിലുള്ള റോക്ക് പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പാൻഡ് ചെയ്തു, അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്യും. ഓക്കെ, യു ക്യാൻ സീ ദിസ് പിക്ചർ. നോക്കൂ, ഇതിങ്ങനെ ഈ പുറത്തത്തെ ഈ ഒരു റോക്ക് പീൽ ചെയ്ത് പോകുമ്പോൾ ദിസ് ഇന്നർ റോക്സ് വിൽ ബി എക്സ്പോസ് ടു ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് ഇത് അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസിൻറ്റഗ്രേറ്റ്. ആ ഒരു പ്രഷർ കാരണം, അതായത് ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ഇറ്റ് വിൽ ഡിസിൻറ്റഗ്രേറ്റ്. അതായത് ആ അൺലോഡിങ്ങിന്റെ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് പോകും. ബിക്കോസ് എന്താ, ഇവിടെ ഇപ്പൊ നിലവിൽ ഇവിടെ ഒരു ലോഡ് ഉണ്ട്, ഈ റോക്കിന്റെ ലോഡ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് പോയ സമയത്ത് എന്താ, ഈ അൺലോഡിങ് ആണ് സംഭവിച്ചത്. അത് ഇത്രയും റോക്സ് അൺലോഡ് ചെയ്ത് പോയി. ഓക്കെ, സോ ആ അൺലോഡിങ്ങിന്റെ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാണ്ട് എന്ത് ചെയ്യും, ഈ ഇന്നർ റോക്സ് വാട്ട് വിൽ ഹാപ്പൻ, പെട്ടെന്ന് നമ്മുടെ ഒരു സർഫസ്, ഓക്കെ, നമ്മുടെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ സർഫസ് കവർ ചെയ്തു വിചാരിക്കാം. അപ്പോൾ പെട്ടെന്ന് ആ സർഫസിനെ നമ്മളിങ്ങനെ പൊളിച്ച് മാറ്റി കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് അറ്റ്മോസ്ഫിയറിലേക്ക് പെട്ടെന്ന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ അൺലോഡിങ് ഓഫ് ദ ടോപ്പ് സർഫസ്, ആ ഉള്ളിലുള്ള സർഫസിന് പെട്ടെന്ന് താങ്ങാൻ പറ്റുന്നില്ല. So because of that it will disintegrate. That is by pressure. That is here. Unloading is the removal of great weight of rocks that lie on the surface. Okay, when underlying materials are removed by erosion or other process, the underlying rocks will expand and fracture. Okay, പെട്ടെന്ന് നോക്കൂ, ഇത് ഒരു ടോപ്പ് സർഫസിലുള്ള ഈ ഒരു റോക്ക് പെട്ടെന്ന് അൺലോഡ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും വെതറിങ് ആക്ഷൻസ് കാരണം അല്ലെങ്കിൽ ഇറോഷൻസ് കാരണം ഈ ടോപ്പ് സർഫസിലുള്ള ഈ റോക്ക് പെട്ടെന്ന് അൺലോഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഉള്ളിലുള്ള റോക്ക് വിൽ എക്സ്പാൻഡ് ആൻഡ് ഇറ്റ് വിൽ ഫ്രാക്ചർ. ഓക്കെ, ഈ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഈ റോക്ക്, അതായത് ഇന്നർ റോക്സ് എന്ത് ചെയ്തത്, ഈ ഇന്നർ റോക്സിന് അത് താങ്ങാൻ, ആ പ്രഷർ താങ്ങാൻ പറ്റില്ല. അപ്പോൾ ദേ വിൽ എക്സ്പാൻഡ് ആൻഡ് ദേ വിൽ ഫ്രാക്ചർ. So this is called as under pressure weathering of the rocks. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ബൈ പ്രഷർ റോക്സിന്റെ വെതറിങ് നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്?
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, ബിക്കോസ് നിങ്ങൾ ടീം റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല വെദർ ആർ യു അണ്ടർസ്റ്റാൻഡിങ് ഓർ നോട്ട്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ ബൈ പ്രഷർ എങ്ങനെയാണ് റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നത്? നെക്സ്റ്റ് ബൈ ദ ഓർഗാനിക് ആക്ടിവിറ്റി. ഓക്കെ, ഓർഗാനിക് ആക്ടിവിറ്റി ഉണ്ട്. ബൈ ഓർഗാനിക് ആക്ടിവിറ്റി, ഓർഗാനിക് മീൻസ് വാട്ട്? ഓർഗാനിക് ആക്ടിവിറ്റിയിൽ എങ്ങനെയാണ് റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് പോകുന്നത് നോക്കാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ്. The root systems of the big plants and trees creep into the pre-existing cracks in the nearby rocks. Thus, the crack widens and the rocks break into fragments. Man has been breaking the rocks since very beginning for many purposes. Okay. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അല്ലെ, നമ്മൾ പല ഇപ്പം എക്സാമ്പിൾ നമ്മുടെ ജാക്ക് ഫ്രൂട്ടിന്റെ ട്രീ ഒക്കെ, ജാക്ക് ഫ്രൂട്ട് അല്ല, ഇപ്പൊ വലിയ വലിയ ബനിയന്റെ ട്രീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ട്രീസിന്റെ റൂട്ട് എന്ത് ചെയ്യും, ഈ റോക്കിന്റെ ഉള്ളിലൂടെ പെnetrate ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മളിതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള റോക്ക്. നോക്കൂ, അത് ട്രീസ് എന്ത് ചെയ്യും, നല്ല വലിയ ട്രീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട്സ് ഇതുപോലുള്ള റോക്കിന്റെ ഉള്ളിലേക്ക് പെnetrate ചെയ്ത് പോകും. നല്ല വലിയ ബനിയൻ ട്രീസ്, അങ്ങനെ വലിയ വലിയ ട്രീസിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പെനെട്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് പോവുക ചെയ്യുന്നത്. സീ ദിസ്, ഇതുപോലെ വലിയൊരു റോക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മരത്തിന്റെ റൂട്ട്സ് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, ദിസ് റോക്ക് ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോളർ പീസസ്. ഈ റോക്കിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെ, ഇത്രയും വലിയ റോക്കിനെ ബ്രേക്ക് ചെയ്ത് പോവുക ചെയ്യുന്നത്. ദാറ്റ് ഇസ് ബൈ ഓർഗാനിക് ആക്ടിവിറ്റി. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ചില സമയത്ത് സം ഇൻസെക്ട്സ് വിൽ ബി ദർ, ഇതേപോലെ ഒരുപാട് ഇൻസെക്ട്സ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ കൂട് കൂട്ടും, അല്ലെങ്കിൽ അവർ അതിനുള്ളിൽ ഇങ്ങനെ തുറന്നു പോകും. എലിയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ തുറക്കുന്ന ജീവികളൊക്കെ ഇങ്ങനെ തുറന്ന് പാടില്ലാക്കാൻ അവരെന്ത് ചെയ്യും, റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ അത്രയും ഭാഗത്ത് റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അതും ഒരു ഓർഗാനിക് ആക്ടിവിറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മനുഷ്യനും ഇതേപോലെ റോക്കിനെ ഒരുപാട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സച്ച് ഡിസിൻറ്റഗ്രേഷൻ of rocks is classified under the organic activity disintegration. ഓക്കെ, അങ്ങനത്തെ ഓർഗാനിക് അങ്ങനെ വരുന്ന ഡിസിൻറ്റഗ്രേഷനാണ് നമ്മൾ ഓർഗാനിക് ആക്ടിവിറ്റിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നോക്കൂ, you can see in this picture root pride burrowing of the animals and human activities. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് ഈ റൂട്ട്സിന്റെ വലിയ വലിയ ട്രീസിന്റെ റൂട്ട്സ് ഇറങ്ങി പോകുന്നതുകൊണ്ട്, അതേപോലെ തന്നെ ഈ ആനിമൽസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ തുറക്കുന്നുണ്ട്. ബൊറോയിങ് മീൻസ് ആനിമൽസ് ഒക്കെ തുറക്കുന്നുണ്ട്, ഈ പാറയിലൊക്കെ തുറക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും സംഭവങ്ങളല്ല ഇനിയുണ്ട് വേറെ. സോ മെയിൻലി ബിക്കോസ് ഓഫ് ദിസ് യു ക്യാൻ സേ, ബിക്കോസ് ഓഫ് ദിസ് റീസൺ ഈ ഓർഗാനിക് ആക്ടിവിറ്റീസിന്റെ അണ്ടറിൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് സംഭവിക്കുന്നത്. പിന്നെ വേറെ വലിയൊരു സംഭവമാണ് ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ അനദർ ഓർഗാനിക് ആക്ടിവിറ്റി. ഓക്കെ, ഓർഗാനിക് ആക്ടിവിറ്റി തന്നെ വരുന്ന വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ആക്ഷൻ. ഓക്കെ, സോ ഹൈഡ്രോളിക് മീൻസ് വി ഓൾ നോ ഇറ്റ് ഇസ് വാട്ടർ. So hydraulic action occurs when the water, generally from the powerful waves, rushes rapidly into cracks into rock faces and thus trapping a layer of air at the bottom of the crack, compressing it and weakening the rock. The wave retreats, the trapped air is suddenly released with explosive force. Okay? So what does it mean?
സോറി, അപ്പം അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിന്റെ ആക്ഷൻസ് ആണ്. അപ്പോൾ ഓർഗാനിക് ആക്ടിവിറ്റി തന്നെ വരുന്ന വേറൊരു സംഭവമാണ് വാട്ടർ. അപ്പോൾ വാട്ടറിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അത് എസ്പെഷ്യലി നമ്മൾ പവർഫുൾ വേവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കടലിന്റെ വേവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വാട്ടർ ആയിക്കോട്ടെ വേവ്സ് ആയിക്കോട്ടെ പാടില്ല. അപ്പം നിങ്ങൾ ഈ കടൽ തീരത്ത് കണ്ടിട്ടുണ്ടാവില്ലേ കുറേ ഉരുള കല്ലുകൾ അല്ലേ? നമ്മൾ തലശ്ശേരി പാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്മോൾ സ്മോൾ റോക്സ്, ഈ ബീച്ചസിന്റെ അടിയിൽ ഈ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ചെറിയ ചെറിയ റോക്സ് ഉണ്ടാവും. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന റോക്സിന്, വലിയ വലിയ റോക്കിനെ ഈ വാട്ടറിന്റെ ആക്ഷൻ കാരണം അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ റോക്സ് ആയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് ഈ വാട്ടർ എന്ത് ചെയ്യും, ഈ വാട്ടർ ഈ റോക്കിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിങ്ങനെ അടിക്കും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ അപ്പം ഈ റോക്കിലുള്ള ക്രാക്സിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ കയറും. ഓക്കെ, എന്നിട്ട് വാട്ടർ അവിടെ ട്രാപ്പ് ചെയ്ത് നിൽക്കും. പിന്നെ കുറച്ചും അത് പുറത്തേക്ക് ഇറങ്ങും. അപ്പം ഇതിങ്ങനെ ഈ വാട്ടർ എന്ത് ചെയ്യും, ഈ വാട്ടറിൻ്റെ ഒരു ആക്ഷൻ ഈ ഒരു റോക്കിൽ വരുന്നത് കൊണ്ടാണ് ഇപ്പം ഈ വാട്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ തങ്ങി നിൽക്കുന്ന സമയത്ത് റോക്ക് വീക്കാവും. കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ഇങ്ങനെ വന്നടിക്കുന്നു, ക്രാക്സിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ കയറി നിൽക്കുന്നു, അവിടെ ട്രാപ്പ് ചെയ്ത് നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഓക്കെ, അതായത് കുറച്ച് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് പെട്ടെന്ന് പോകും. അപ്പോൾ അല്ലെങ്കിൽ എത്ര അത് ഒലിച്ചു പോകും, പിന്നെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കയറുന്നു. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വാട്ടർ റോക്കിൽ വരുന്ന സമയത്ത് ഈ കണ്ടിന്യൂസ്ലി ദ റോക്ക് വെറ്റായി പോകും. ആൻഡ് what will happen is eventually അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും, റോക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രെങ്ത് നഷ്ടപ്പെടും. ഓക്കെ, അങ്ങനെ സ്ട്രെങ്ത് പോയി കുറേ കാലം കഴിയുമ്പോൾ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഈ വാട്ടറിന്റെ ആക്ഷൻസ് കാരണം ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ചെറിയ ചെറിയ ബോൾഡേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ചെറിയ ചെറിയ ബോൾഡേഴ്സ്. അത് ആക്ച്വലി പാരൻ റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതേപോലെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് വാട്ടറിന്റെ ആക്ഷൻ കാരണം. ഓക്കെ, സോ വാട്ടറിന്റെ ആക്ഷൻ കാരണമാണ് ഈ വലിയ റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ ചെറിയ റോക്ക് ആയിട്ടുള്ളത്. ഓക്കെ, സോ വാട്ടർ ഈസ് ഹാവിങ് ദറ്റ് എക്സ്പ്ലോസീവ് ഫോഴ്സ്. കുറേ കാലത്തിന് ശേഷമാണെങ്കിലും വാട്ടറിന് എന്ത് ചെയ്യാനുള്ള ഇതേപോലെ പാരൻ റോക്കിനെ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ഓർഗാനിക് ഫീച്ചർ. സോ ഇഫ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജസ്റ്റ് ടൈപ്പ് യുവർ നെയിം. ജസ്റ്റ് എല്ലാവരും നെയിം ടൈപ്പ് ചെയ്യോ ടു മാർക്ക് ദ അറ്റൻഡൻസ്. സോ നിങ്ങൾ ഓക്കെ ആണോ? ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, സ്പീഡ് ഓക്കെ ആണോ? ഷുഡ് ഐ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ക്ലാസിന്റെ സ്പീഡ് ഷുഡ് ഐ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ക്യാൻ യു ജസ്റ്റ് ടെൽ മീ? Okay, anyway, thank you.